ഒരു രണ്ടും കൂടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് അമ്മയുടെ മനസ്സിലൊരു ചിന്ത എന്താണെന്ന് വെച്ചാൽ, ഈ അജയ് എന്ന് പറയുന്ന ആളിന് തോളിലൊരു മുഴ, അങ്ങനെ ഷവ് പോലെ ഇങ്ങനെ അപ്പോൾ ഉടുപ്പിടുമ്പോൾ ഷർട്ടിടുമ്പോൾ ഇങ്ങനെ വലുതായിട്ട് കാണാം. അപ്പം അതുകൊണ്ട് ഇവർ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ബോധം, എന്താണ്, ഉടമ്പടി തൈലമെടുത്ത്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറേ കാര്യമുണ്ട്. പ്രാർത്ഥന ചെല്ലുന്ന സമയത്താണ് സംഭവം കാണുന്നത്. ഒന്നെങ്കിൽ അമ്മ ഇവിടെ പുറകിലാണ് നിൽക്കുന്നത്, അപ്പോൾ ഇവ മുമ്പിലാണ് നിന്നിട്ടുള്ള പ്രാർത്ഥനയ്ക്ക്. അത് ചെറുപ്പക്കാരൻ സാധാരണ പിള്ളേരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ മുമ്പിൽ നിന്ന് എങ്ങനെ ഈ ചെറുപ്പക്കാരൊക്കെ മാറി സൈഡിലോട്ട് പോകുന്നതാണ്. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവ മുമ്പിൽ നിൽക്കുന്ന, അമ്മ പുറകെ നിൽക്കുന്നു. അമ്മ നിൽക്കുമ്പോൾ അമ്മയോട് കർത്താവ് പറഞ്ഞ്, ഇവൻ്റെ മുറിവില്ലേ, ഇവൻ്റെ ഈ മുഴയില്ലേ, അത് ഒരിടത്തും കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. നീ ഇപ്പം തന്നെ ഉടമ്പടി തൈലം എടുത്തിട്ട് അവൻ്റെ ആ മുഴയിലൊന്ന് തൊടാൻ പറഞ്ഞ് കുറിച്ചിടും. അജയുടെ സാക്ഷ്യം പറയുന്നത് വെച്ചാൽ അമ്മ ആ മുഴയിൽ കുരിശിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തീ കത്തി ഇറങ്ങുന്നത് പോലൊരു ഫീലാണ്. ഞാൻ നോക്കുമ്പോൾ തപ്പി നോക്കുമ്പോൾ മുഴയില്ല, അവിടെ മുഴയില്ലെന്ന്. ഇത്രയും സ്പീഡാണ് വിഷയം, ഓരോ വിഷയങ്ങൾ. പക്ഷേ നമുക്ക് മനസ്സിലാകണത് എല്ലാത്തിനും, മുഴകളായാലും ശരി, പാകോടമ്പടി ആയാലും ശരി, കിണറ്റിലെ വെള്ളമായാലും ശരി, ഉടമ്പടിയിൽ ഇതിനെല്ലാം പരിഹാരമുണ്ട്. പക്ഷേ ഇതിൻ്റെ ടെക്നിക്സ് ഇത് നിന്നോട് പറയാൻ വേണ്ടി മാത്രം ദൈവവുമായിട്ട് നിനക്ക് ഒരു റിലേഷൻസ് ഉണ്ടാകണം. അതാണ് ഞാൻ അവരെ ഉക്രൈൻകാരെ പറഞ്ഞത്. അവർ മരണത്തെ മുഖത്തോട് മുഖം കാണുമ്പോഴും വിശ്വാസത്തെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതാണ് അവരാ സമയം. അപ്പം അത് ചില ഈ സമയത്താണ് വലിയ വില. നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മൂല്യം, വ്യക്തിയുടെ മൂല്യം വർദ്ധിക്കും. വ്യക്തിയുടെ മൂല്യം എവിടെ വർദ്ധിക്കും? ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മൂല്യം വർദ്ധിക്കും. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ മൂല്യം വർദ്ധിപ്പിക്കണമെങ്കിൽ വചനാധിഷ്ഠിതമായ ചില കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ദൈവത്തിൻ്റെ വചനത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ മൂല്യം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ, ഇപ്പോൾ മാർത്ത കർത്താവിനെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. പലതരം കറി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇതൊന്നും കൗണ്ട് ചെയ്യണില്ല കർത്താവ്. ഇതൊക്കെ ആവശ്യമുള്ളതായിട്ട് പറയണില്ല. ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവത്തിന് കൂടി അത് ആവശ്യമുള്ളതായിട്ട് തോന്നണം. അതുകൊണ്ടാണ് 10:42 ലൂക്കാസ് സുവിശേഷം പറയണത്, മർത്ത നീ വലിയ പല കാര്യങ്ങളെക്കുറിച്ച് നീ ഉത്കണ്ഠാകുലയാണ്, ആവശ്യമുള്ള കാര്യം ഒന്ന് മാത്രമേ ഉള്ളെന്ന്. മറിയം ആ നല്ല ഭാഗം തിരഞ്ഞെടുത്തെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത് മൂല്യമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വചനാധിഷ്ഠിതമായ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. വചനത്തിന് സാക്ഷ്യം വഹിക്കുക, വചനമനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ സാക്ഷ്യം വഹിക്കുക. ക്രിസ്തുവിനെ ഒരു നിധിയായിട്ട് കണ്ടില്ലെങ്കിൽ വേറെ പലതിനെയും നമ്മൾ നിധിയായിട്ട് കാണേണ്ടി വരും. ദാറ്റ് ഇസ് മൈ പോയിൻറ്റ്. ഞാനിത് പറയാൻ ഉദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്? കൊളോസ്യസ് 2:3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു ഒരു നിധിയാണ്. അപ്പം നമ്മൾ 2:3 എന്താ പറയണത്? ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധികൾ അവനിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പം ക്രിസ്തു നിധിയാണെന്ന് തോന്നണം, അല്ലെങ്കിൽ വേറെ പലതും നിധിയാണെന്ന് നമുക്ക് തോന്നേണ്ടി വരും. ക്രിസ്തു നിധിയാണെന്ന് നമുക്ക് തോന്നണം. അതാണ് നമുക്ക് കിട്ടുന്ന ബോധ്യം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സ്വത്തെന്ന് പറയണത്. ക്രിസ്തു നിധിയാണെന്നുള്ളത് ഒരു ബോധ്യമാണ്. അതാണ് സ്വത്തെന്നാണ് കൊളോസ്യസ് 2:2 പറയണത്. അപ്പം നമ്മൾ ധനവാനാണെന്ന് പറഞ്ഞാൽ ക്രിസ്തു നിധിയായിട്ട് ആർക്ക് തോന്നുന്നു അവനാണ് ധനവാൻ. ശ്രദ്ധിക്കട്ടെ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. എപ്പോഴാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിനുള്ളതാണെന്ന് പറഞ്ഞല്ലേ? ഉന്നതമാണ്. നല്ല വില കിട്ടുന്ന സമയത്ത് അത് കൊടുക്കണം.
നല്ല വില കിട്ടുന്ന വിശ്വാസത്തിന് നല്ല വില കിട്ടുന്ന സമയത്ത് അത് കൊടുക്കണം. യുക്രൈൻകാർ അതാണ് ചെയ്തത്. അവർ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്താണ് അവർ പള്ളിയിൽ ചെന്ന് കുമ്പസാരക്കൂട്ടി മുട്ടുകുത്തി നിൽക്കുന്നത്. അവർ മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്താണ് നിലവറയിൽ ഓർഡർ ചെയ്യണം പരിശുദ്ധ കുർബാന കൊണ്ടുവരാൻ. അല്ലാതെ ലഞ്ച് കൊണ്ടുവരാനല്ല ഓർഡർ ചെയ്യണത്, പരിശുദ്ധ കുർബാന കൊണ്ടുവരാൻ ഓർഡർ ചെയ്യുക. അപ്പോൾ ഫെയ്ത്ത് നല്ല അത് പ്രഖ്യാപിക്കാൻ ഏറ്റവും കൂടുതൽ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഫെയ്ത്ത് അവർ സെയിൽ ചെയ്യാണ്, ഫെയ്ത്ത് അവരെ പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസ കൈമാറ്റം എന്ന് പറയുന്നത് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിലൂടെ നടക്കുന്നത്. ഫെയ്ത്ത് കൊടുക്കുക വിൽക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഫെയ്ത്ത് വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ മൂല്യം വർദ്ധിക്കും. നമ്മുടെ മൂല്യം വർദ്ധിച്ചിട്ട് നമുക്ക് അധികാരം ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിജീവിത വിശ്വാസത്തിൽ നിന്ന് അധികാരം ഉണ്ടാകും ദൈവത്തോട്. ഇപ്പം നമുക്ക് ഇപ്പം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ പോലെയായിരിക്കും. ഇപ്പം നിങ്ങളുടെ പഠനം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സൗഖ്യം, അധികാരം വെച്ച് കഴിഞ്ഞ് നിങ്ങളൊക്കെ വിശ്വാസ അധികാരം പ്രാപിച്ചാൽ അത് നിങ്ങളുടെ കയ്യിലിരിക്കണ പോലെ തോന്നും. നിങ്ങളുടെ കയ്യിലുള്ള പോലെ, എൻ്റെ കർത്താവിൻ്റെ കയ്യിലുള്ളത് നിങ്ങളുടെ കയ്യിലുള്ളത് പോലെ ആശയപരമായിട്ട് പറയാമെങ്കിലും അനുഭവത്തിൽ അങ്ങനെ തോന്നണമെന്നില്ല. പക്ഷേ അധികാരം പ്രാപിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് നമ്മുടെ കയ്യിലുള്ള ഈശോയുടെ കയ്യിൽ ഈശോ എനിക്ക് ആവശ്യമുള്ളപ്പോൾ തന്നോളൂ. അപ്പോൾ നമുക്ക് അങ്കലാപ്പില്ലാതെ പോകും. അങ്കലാപ്പ് അങ്ങനെ അധികാരം പ്രാപിക്കുമ്പോൾ, വിശ്വാസ അധികാരം പ്രാപിക്കുമ്പോൾ അങ്കലാപ്പ് കുറഞ്ഞു വരും. ഇപ്പം നിങ്ങൾക്ക് കടമുണ്ട്, ആ കടം പരിഹരിക്കാനുള്ള മാർഗം കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ കമ്പനി അടച്ചു പോയില്ലേ, അവിടെ കമ്പനി അടച്ചേക്ക് മാനേജർ മരിച്ചു, അവിടെ 15 ലക്ഷം രൂപ മാനേജറുടെ കയ്യിലായിരുന്നു. ആ കാശിന് കണക്കുമില്ല, ഇപ്പോൾ ഇവർക്ക് ജീവിതമില്ല. പക്ഷേ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്, അമ്മ അവർക്ക് വേറൊരു ഓർഡർ 41 ലക്ഷം രൂപയുടെ ഒരു ഓർഡർ കൊടുത്ത് PP കിറ്റിൻ്റെ. ഇതാണ് സംഭവം. അപ്പോഴേ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ നീ രക്ഷപ്പെടാനുള്ള മാർഗം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മൾ ആ ഉടമ്പടി എടുത്ത് ദൈവവുമായിട്ട് ആത്മബന്ധമല്ല, ആത്മബന്ധം കഴിഞ്ഞാലുള്ളത് അധികാരബന്ധമാണ്. ദൈവമായിട്ടൊരു അധികാരബന്ധം, അതിന് ആദ്യം വേണ്ടത് ബോധമാണ്, പിന്നെ വേണ്ടത് ബോധ്യമാണ്, പിന്നെ വേണ്ടത് സാക്ഷ്യമാണ്. ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്, ഉടമ്പടി സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തു എന്ന് പറഞ്ഞ നിധിയാണ്, ക്രിസ്തു എന്ന് പറഞ്ഞ ജ്ഞാനമാണ്, ക്രിസ്തു എന്ന് പറയുന്നത് അറിവാണ്. ജ്ഞാനം എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് ജ്ഞാനം. അറിവെന്ന് പറയണത് എന്താണ് ചെയ്യേണ്ടത്, അതാണ് അറിവ്. അപ്പോൾ ഇതെല്ലാം ക്രിസ്തു ആണെന്നാണ് പറയണത്. അപ്പോൾ ഇത് പറയണതല്ല, അപ്പോസ്തലന്മാരുടെ അനുഭവമാണ്. പത്രോസ് എന്താ പറയണത്, മുടന്തനെ സംബന്ധിച്ചിടത്തോളം അയാൾ കൈ നീട്ടുകയാണ്. അപ്പോഴും പത്രോസ് പറയും, നീ ഒരു തെണ്ടിയാണ്, നിന്നേക്കാൾ തെണ്ടിയാണ് ഞാൻ. എന്താ കാര്യം, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. നിൻ്റെ കയ്യിൽ ഇവിടെ കൂടി പോയ ആൾക്കാർ, എന്നെക്കാൾ നേരത്തെ പോയ ആൾക്കാർ തന്ന കാശ് കിട്ടുന്നുണ്ട് നിൻ്റെ കയ്യിൽ. കുറേ ധർമ്മക്കാരും നമ്മൾ മരിക്കുമ്പോൾ ആൾക്കാർ പറയണത് 5 ലക്ഷം രൂപയൊക്കെ ബെഡിൻ്റെ അടി ഇരിക്കണം എന്നാണ് പറയണത്. അതാണ് മുടന്തൻ്റെ അവസ്ഥ, അതാണ്. പക്ഷേ പത്രോസ് പറഞ്ഞത് എന്താണ്, ഞാൻ വീട്ടിൽ പോയിട്ട് ആ വള്ളവും വലിയ ഇറക്കിയിട്ട് വർഷങ്ങളായി, കുറേ കാശ് ഞങ്ങളുടെ കയ്യിലൊക്കെ ഇട്ടുകൂട്ടൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഈശോ പറഞ്ഞായിരുന്നു, യുവദാസിനെ കൊടുത്തേക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈശോ അനുസരണ കാരണം ഞാനല്ല അവൻ്റെ കൊടുത്തു. അവനെ കാശ് എവിടെയോ കൊണ്ടുപോയിട്ട് കെട്ടിത്തൂങ്ങി ചത്തുപോയി. കാശിൻ്റെ കാര്യമാണ്. അപ്പോൾ കാശ് എൻ്റെ കയ്യിലില്ല, സത്യം പറഞ്ഞാൽ 5 പൈസയില്ല. കട്ടൻ ചായ മേടിക്കാൻ തന്നാൽ കുടിക്കണ കണ്ടീഷനാണ് എൻ്റെ നടപ്പ്. അയാൾ അത് കൃത്യമായിട്ട് പറയേണ്ട അയാളുടെ അവസ്ഥകൾ. പക്ഷേ അയാൾ അതിൻ്റെ അകത്ത് ഷെയിമല്ല അയാൾ. അതാണ് അധികാരം എന്ന് പറയുന്നത്. അയാൾക്ക് പൈസ ഇല്ല കയ്യിൽ, ആകെപ്പാടെ ഉള്ളത് ബ്രീവരി പുസ്തകമാണ് കയ്യിലുള്ളത്, ഒരു ബൈബിളാണ് കയ്യിലുള്ളത്. ആ ബൈബിളും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ മനുഷ്യൻ പറയുന്ന കട്ടായമായിട്ട് വർത്തമാനങ്ങൾ പെശക് വർത്തമാനമാണ്. അയാൾ പറഞ്ഞാൽ എൻ്റെ പൊന്നില്ല, എൻ്റെ കയ്യിൽ വെള്ളിയുമില്ല, റോമൻ നാണയവുമില്ല, ഇസ്രയേൽ നാണയവുമില്ല, ഒന്നുമില്ല, ഞാൻ കാലിയടിച്ചിരിക്കുകയാണ്, അട്ടപ്പാടിയാണ് എന്ന് പറയും. ഞാൻ അട്ടപ്പാടി, ചിലപ്പോഴേ ട്രിവാൻഡ്രംകാരൊക്കെ പറയില്ല അട്ടപ്പാടി എന്ന് പറയാം, അത് സംസാര ഭാഷയാണ്. അട്ടപ്പാടി മോശമായിട്ടൊന്നുമല്ല കാര്യമായത്. ഇങ്ങനെ പറഞ്ഞിട്ട് അയാൾ പറയും, പക്ഷേ എൻ്റെ കയ്യിലൊരു നിധിയുണ്ട്,
അത് ഞാൻ നിനക്ക് തരാമെന്ന് പറയും. അവിടെയാണ് വിഷയം. അപ്പം ഞാൻ ഓർക്കുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ കാര്യം തന്നെയാണല്ലോ പൗലോസ് പറഞ്ഞത്, ക്രിസ്തു ജ്ഞാനവുമാണ്, ക്രിസ്തു നിധിയാണെന്ന്. അതാണ് ഇപ്പം ഇങ്ങനെ പറയണത്. എൻ്റെ പൊന്നുമില്ല വെള്ളിയുമില്ല, എൻ്റെ കയ്യിൽ വേറൊരു നിധിയുണ്ട്. എന്താണ്? നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമം. സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറയും. അതായത് അവൻ ചാടി എഴുന്നേക്കാൻ അവൻ ചാടി എഴുന്നേക്കും ഈ മനുഷ്യൻ. എന്താ 3:6 പറയണതാണത്. എന്താണ്? പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. ഇതെന്ന് വെച്ചാൽ ഇപ്പം ഈ നിധി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൃത്യമായിട്ട് ഇപ്പം 10 ദിവസം പറയണേ, ഈ നിധി എൻ്റെ കയ്യിലുണ്ടെന്ന്. അതാണ് എനിക്കുള്ളതെന്ന് പറഞ്ഞില്ലേ, എനിക്കുള്ളത് നിധിയാണത്. ഈ എനിക്കുള്ളതെന്ന് പറഞ്ഞത് വേറെ ഒരു അപ്പൻ മകനോട് പറഞ്ഞിട്ടുണ്ട്, മകനെ എൻ്റെ കയ്യിൽ ഒരു നിധി, ഇവൻ കൊണ്ടുപോയിരിക്കണത് നമ്മുടെ പറമ്പിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് കൊണ്ടുപോയിരിക്കണത്. നിധി എൻ്റെ കയ്യിലുള്ള, എനിക്കുള്ളത് നിനക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടില്ലേ? ആരാണ് പറഞ്ഞത്? 15:31. എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എനിക്കുള്ളത് എന്തായിരിക്കും അപ്പോഴേ? ക്രിസ്തുവാണ്, ദൈവമാണ്. കാര്യം ഈ ക്രിസ്തുവിനെ കുറിച്ച് നിധിയായിട്ട് സ്വത്തായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയും. പൗലോസ് അപ്പോസ്തലൻ പോലെ തന്നെ 10 ദിവസം പറയും. ആദിമസഭയുടെ അനുഭവം അതാണ്, ക്രിസ്തുവാണ് നിധി എന്നുള്ളത്. ക്രിസ്തുവാണ് നിധി. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഒരു കാര്യങ്ങളെക്കുറിച്ചും ആവശ്യമില്ലാത്ത ഉത്കണ്ഠയില്ല. കാര്യം ഒരു 2, 3, 4 കോടി രൂപ ഈ വർഷം വേണ്ടതാണ്. 2 പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്. സ്കൂൾ ഓഫ് റോക്ക് ആർട്സും പിന്നെ മരിയൻ ഗാർഡൻസിൻ്റെ പിൽഗ്രിം സെൻറ്ററും നടക്കുന്നുണ്ട്. പക്ഷേ ഐ എം നോട്ട് വറീഡ് അബൌട്ട് ഇറ്റ്. എന്താ കാര്യം? ദൈവം ഓരോ വിഷയങ്ങൾ അതാ സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്യും. എനിക്ക് ദിവസങ്ങളിൽ ഒരു വലിയ അസുഖങ്ങളുണ്ടായി. അപ്പം ഞാനൊരു സ്ഥലത്ത് പോയി, ഒരു ഹോട്ടലിൽ പോയി അവിടെ താമസിച്ച് 24 മണിക്കൂർ ഞാൻ ജപമാല ചൊല്ലി 20 ദിവസം താമസിച്ചവിടെ. അപ്പം ആ ഹോട്ടൽ ഉടമ എന്നോട് പറയുന്നുണ്ട്, ഇതൊന്ന് വിറ്റുമാറണം വെച്ചാൽ 12 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കുന്നതാണെന്ന് പറയും. 12 കൊല്ലമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനും ഓർക്കുന്നുണ്ട്, ഇദ്ദേഹം ഇവിടെ വരണതും പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ പണ്ട് 2004 മുതൽ എൻ്റെ സഹപ്രവർത്തകനാണ്. അപ്പോൾ ഈ ഹോട്ടൽ വിറ്റുമാറാൻ വേണ്ടി ഞങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രാർത്ഥന ഒന്നും അന്ന് ഏറ്റിട്ടില്ല. ഒരു പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു സമയത്ത് പെട്ടെന്ന് എൻ്റെ പ്രാർത്ഥനയുടെ മൂല്യം കൂടി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ശ്വാസം മുട്ടൽ, അതുപോലെ കിഡ്നിയുടെ അസുഖം, ഇങ്ങനെ കുറേ രോഗങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്ത്, അത് നമുക്ക് ഒരുമിച്ച് അസുഖം വരുമ്പോൾ എന്നാ ചെയ്യണത്? എനിക്ക് ടെക്നിക്ക് അറിയാം. ഈ സമയത്ത് പർച്ചേസ് അല്ല, നമുക്ക് ഷെയർ വിൽക്കണ സമയമാണ്. വിശ്വാസം കൈമാറുന്ന സമയമാണ്. വിശ്വാസം പ്രഖ്യാപിക്കുന്ന സമയമാണ്. വിശ്വാസം നല്ല മൂല്യമുള്ള സമയമാണ്. ഞാൻ ഈ സമയത്ത് ദൈവത്തോട് നന്ദി പറഞ്ഞാണ്. ഞാൻ 24 മണിക്കൂർ കർത്താവിൻ്റെ ജോലി ചെയ്യുന്ന ആളാണ്. എനിക്ക് വേണമെങ്കിൽ കർത്താവായിട്ട് ബാർഗെയിൻ ചെയ്യാം. ഞാൻ ഇത്രയും ദൈവമായിട്ട് ദൈവത്തിന് വേണ്ടിയല്ലേ ഞാൻ ജീവിക്കണത്. എനിക്കെന്തിനാണ് ഇങ്ങനെ അസുഖം വന്നാൽ ചോദിക്കുക? ഒരക്ഷരവും ഞാൻ മിണ്ടത്തില്ല. കാര്യം ഞാൻ പഠിച്ചിരിക്കുന്ന അമ്മടിക്കുക എന്നാണ്. അമ്മയ്ക്കിങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളെല്ലാം അപ്പൻ ഈശോ ഉണ്ടാക്കിയ സമയത്തെല്ലാം അമ്മ മിണ്ടത്തില്ലായിരുന്നു. അതെച്ചാൽ വിശ്വാസം വിൽക്കാൻ അവർക്കറിയാം. വിശ്വാസത്തിൻ്റെ മൂല്യം കൂടുന്നതനുസരിച്ച് അവരത് കൊടുത്തിട്ട് അത് മൂല്യമാക്കി മാറ്റും. അപ്പോൾ അമ്മ അതുകൊണ്ട് മിണ്ടാതെ ഹൃദയം സംഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നതിന് പകരം ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്ന് പ്രാർത്ഥിച്ച് 20 ദിവസം പ്രാർത്ഥിച്ചതിനുള്ളിൽ ആ ഹോട്ടൽ വിറ്റുപോയി. അതിനെതിരിക്കണം. 12 കൊല്ലം വിൽക്കാത്ത ഹോട്ടലാണ്. ഞാനവിടെ ഇരിക്കുന്ന സമയത്താണ്, ആ ദിവസങ്ങളിലാണ് ആ സാധനം വിറ്റ്. ഞാൻ എൻ്റെ പ്രാർത്ഥന 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 6 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഹോട്ടൽ വിറ്റുപോയി. തട്ടിപ്പിടിച്ച് എന്താ പ്രശ്നം? ഇതിൻ്റെ അകത്ത് വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളിലേക്കൊന്ന് കൂടുതൽ പ്രെയർ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ക്ലേശങ്ങൾ ഭാരങ്ങൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസം മൂല്യം പ്രാപിക്കുന്നു. ഈ മൂല്യം അപ്പം തന്നെ നമ്മൾ പ്രഖ്യാപിക്കണം. ഈ വിശ്വാസത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാത്ത ആൾക്കാർ, അയ്യോ എനിക്കിത് വന്നല്ല, ഇനി ഇത് എപ്പം തീരാനാണ്, ദൈവം നാശം പിടിക്കാൻ,
വേറെ ആർക്കും എന്നെ തന്നെ കണ്ടുള്ളൂ അതൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം നിലയം പിടിച്ച് നടക്കത്തില്ലേ? എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ എനിക്ക് തന്നെ വന്നാൽ ഞാൻ പള്ളിയിൽ നിന്ന് മാറാതെയും കർത്താവിലേക്ക് നിന്ന് മാറാതെ നടക്കുന്ന ആളാണ്, എന്നിട്ട് എനിക്ക് തന്നെ ഇത് വന്നല്ല എന്ന് പറയും. അതല്ല സംഭവം. മറിച്ച് നിൻ്റെ വിശ്വാസമുള്ളവർക്ക് ഇതുപോലെയുള്ള എക്സ്ട്രാ ആ വിശ്വാസത്തിന് പരീക്ഷണം വരുമ്പോൾ അത് അതിൻ്റെ വിഹിതം വർദ്ധിക്കും, അതിൻ്റെ മൂല്യം വർദ്ധിക്കുമ്പോൾ നീ അത് ദൈവത്തിൽ തന്നെ വിൽക്കണം വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ മൂല്യം ഇരട്ടിയായിട്ടിരിക്കും. ഇത് സ്വത്തായിട്ട് മാറുകയും നിൻ്റെ ആധികാരികത വർദ്ധിപ്പിക്കും ദൈവത്തിൻ്റെ. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, പൊന്നും വെള്ളിയോ ഇല്ലാത്തതൊന്നും എനിക്ക് പ്രശ്നമല്ല, പോയി പണി നോക്കാൻ പറയുന്നു. അതൊന്നും ഞാൻ അതിൻ്റെ ഉൾക്കണ്ടതൊന്നുമല്ല. പൊന്നോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ള ഒരാളുണ്ട്. എന്താണ്? ഒരു നിധി. അത് ഞാൻ നിനക്ക് തരും. എന്താ തരണത്? നീ നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമം, അവൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പറയും. ഇതൊരു കൽപ്പനയാണ്, അധികാരമാണ്. അവൻ്റെ നാമത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ പറയണത്. ഇതിനകത്ത് വിശേഷം വെച്ചാലേ ഇത് അപ്പോസ്റ്റലിക്കായിട്ടുള്ള ഒരു ഫസ്റ്റ് പ്രൈമറി എക്സ്പീരിയൻസാണ്. ഒരു മുടന്തൻ, ജന്മനാ മുടന്തനാണ് അവനെ. ജന്മനാ മുടന്തൻ മൂലക്കിടുന്നുണ്ട്, വായും പൊളിച്ചിടുന്നുണ്ട്. പത്രോസിനെ ശ്രദ്ധിക്കുകയാണ്. പത്രോസ് വചനം പ്രസംഗിച്ചു. ഒന്നാമത്തെ പത്രോസിന് വചനം പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. എഴുത്തുകാരനാണ് പുള്ളിക്കാരൻ, പ്രാസംഗികനല്ല. പ്രസംഗിച്ചാൽ ഉറങ്ങും ആൾക്കാർ. പത്രോസ് പ്രസംഗിച്ചിട്ട് ആൾക്കാർ നിലയിൽനിന്നൊക്കെ മുകളിലത്തെ നിലയിൽ നിന്നൊക്കെ താഴെ വീണിട്ടുണ്ട് ഉറങ്ങിയിട്ട്. ആ പൗലോസ് പ്രസംഗിച്ചിട്ടേ. അപ്പോൾ പൗലോസ് ബേസിക്കായിട്ട് ആൾക്കാരെ ചിരിപ്പിച്ച് കയ്യിലെടുത്ത് പ്രസംഗിക്കാൻ അറിയത്തില്ല. അയാളെ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും. അതിൻ്റെ അകത്ത് പൊടിപ്പത്തുങ്ങനെ പഞ്ചാര സേമിയായി ഒന്നും കയറ്റാതെ ഉള്ള കാര്യം പറയുന്ന ആളാണ്. അതിൻ്റെ അകത്ത് കോംപ്രമൈസ് ഇല്ലാതെ പറയും. പക്ഷെ പണ്ടാര എഴുത്തിന് ഭയങ്കര അഭിഷേകമാണ്. പക്ഷെ എന്നാലും ഒരു ദിവസം പ്രസംഗിച്ചപ്പോൾ ഒരു മുടന്തൻ മൂലക്കിരുന്നുണ്ട്. ഇയാളുടെ വായിട്ടും തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഈ മുടന്തിന് തലക്കടിച്ച് വചനം കേട്ടിട്ട്. പത്രോസിൻ്റെ വചനമേ കെട്ടിരുന്നപ്പോൾ ഈ മനുഷ്യന് മുടന്തൻ്റെ വിശ്വാസം ഇങ്ങനെ കയറി വന്നു. അവരിങ്ങനെ പൗലോസിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ എല്ലാവരും ഇങ്ങനെ ഉറങ്ങിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരുത്ത മൂലക്കിരുന്നുണ്ട് ജ്വലിക്കണ കണ്ടപ്പോൾ പൗലോസ് അവനെ നോക്കി. അവനോട് അപ്പോൾ തൻ്റെ പ്രസംഗം കേട്ടിട്ട് അവനിലേക്ക് വിശ്വാസം അവനിങ്ങനെ നൊരഞ്ഞ് പതഞ്ഞ് പൊങ്ങണത് പൗലോസ് ആത്മാവ് വിവേചിച്ചിട്ട് പൗലോസ് ഒരു കാര്യം വിവേചിച്ച് മനസ്സിലാക്കുക. എന്താണ് പറയണത്? സുഖം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവന് ഉണ്ടെന്ന് കണ്ട് ആ ജന്മനാ മുടന്തനോട് പറഞ്ഞു, സ്റ്റാൻഡപ്പ്, എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോഴേ ആ പത്രോസിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഇതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞവൻ എഴുന്നേറ്റ് ഓടി. അത് ഭയങ്കര രസമുള്ള ഒരു മിറക്കിളാണ് ബൈബിളിൽ. എന്താണ്? പൗലോസിൻ്റെ പ്രസംഗം കേൾക്കുകയാണ്. നടപടി പുസ്തകത്തിൻ്റെ എനിക്ക് 14:9 വായിച്ചോളൂ. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കുവാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ചു നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് വിഷയം. അതായത് തക്ക വിശ്വാസം എന്നുള്ളതൊരു വിഷയമാണ് 14:9. ഇപ്പം നമ്മുടെ പല കാര്യങ്ങളും ഫയലെടുക്കാത്തതിൻ്റെ കാരണം വിശ്വാസം അപ് ടു ഡേറ്റ് ചെയ്യാത്ത കൊണ്ടാണ്. തക്ക വിശ്വാസം ആകാത്തതുകൊണ്ട്. വിശ്വാസം ഇല്ലയെന്ന് വെച്ചാൽ വിശ്വാസമുണ്ട്. പക്ഷേ വിശ്വാസം അഗ്നിശോധനയെ അതിജീവിച്ചിട്ട് ബാക്കി ഉണ്ടായതല്ല. അഗ്നിശോധന പോലും നടന്നിട്ടില്ല, ഒരു പരീക്ഷ നടന്നിട്ടില്ല. പരീക്ഷ നടന്നിട്ടുണ്ടെങ്കിൽ 4 കാലേ വീണ് ഓടി പിന്നെ പള്ളിയിലും കയറുകയില്ല, പ്രാർത്ഥനയ്ക്കും വരത്തില്ല. അതുകൊണ്ട് നിനക്ക് ഇന്നുവരെ പരീക്ഷ ചിലപ്പോൾ ഉണ്ടായി കാണത്തില്ല. കാര്യം ഇപ്പം ദൈവത്തിന് പേടിയായിട്ടാണ് നിന്നെ. കാര്യം പരീക്ഷ ഇട്ടാൽ നീ തോറ്റുപോവുകയും ചെയ്യും, ദൈവത്തിന് നീ നഷ്ടപ്പെടുകയും ചെയ്യും. അല്ല പിന്നെ ചാട വരെ ഇങ്ങനെ കടന്നോട്ടം ചെയ്തിട്ട് പ്രത്യേകിച്ച് പരീക്ഷ ഒന്നും ഇല്ലാത്ത എത്രയോ വെണ്ണപ്പാളികളായിട്ടുള്ള അമൂൽ ബേബികളാണ് നമുക്കുള്ളത്. വിശ്വാസം ഇപ്പോഴത്തെ കാര്യം ഒന്നും പറയണ്ട. അമൂൽ ബേബികളുടെ എണ്ണം കൂടുതലാണ് ഇപ്പം. എന്താ കാര്യം? ഒന്നുമില്ല.
വിശ്വാസത്തിനോ പ്രാർത്ഥനയ്ക്കോ പറ്റുന്ന രീതിയിലുള്ള ഒരു പരുവപ്പെടൽ അവരുടെ ജീവിതത്തിലില്ല. അവർക്കെല്ലാം പത്താഴം പറ്റൂ, ചക്കി കുത്തി അമ്മ വെച്ചു ഞാനും ഉണ്ടോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാം റെഡിമെയ്ഡ് സെമി അരിസ്റ്റോക്രാറ്റിക് ലൈഫിലേക്ക് കേരളം ചേഞ്ച് ചെയ്ത കാരണം വിശ്വാസത്തിന് അവിടെ പ്രൊവിഷൻ കുറവാണ്. പക്ഷേ വിശ്വാസത്തിന് ഒരു പ്രൊവിഷൻ വരുമ്പോൾ ഇത് തക്ക വിശ്വാസമായിട്ട് അപ്ഡേഷൻ ഉണ്ടാകണം. ഏതെങ്കിലും വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. അയാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ആ മുടന്തനി ഇത്രയും നാൾ സുഖം പ്രാപിക്കാതിരുന്നെന്ന കാര്യം വെച്ചാൽ അവനോട് സുവിശേഷം പ്രസംഗിക്കാൻ ആരും ഇല്ലായിരുന്നു. സുവിശേഷം പ്രസംഗിക്കാൻ ചിലപ്പോൾ ഉണ്ടാക്കിയാലും, പക്ഷേ പ്രസംഗിക്കേണ്ടത് പോലെ അവനോട് പ്രസംഗിച്ചിട്ടില്ല ഇവരൊക്കെ. പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ വിശ്വാസം വർദ്ധിച്ചു. എങ്ങനെ വിശ്വാസം വർദ്ധിച്ചു? തക്ക വിശ്വാസമായി മാറി. ഇപ്പോൾ ഈ ജനതയുടെ വിശ്വാസങ്ങളെ തക്ക വിശ്വാസമാക്കാൻ, അതായത് ദൈവത്തിന് മുടന്തെല്ലാം മാറ്റിക്കൊണ്ട് എഴുന്നേൽപ്പിൽ നടത്താൻ പറ്റുന്ന വിശ്വാസത്തിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സഭയുടെ നിലവിലുള്ള സംവിധാനം എന്തുമാത്രം സഹായകരമാണ്. കാര്യം സിനഡ് അന്തർദേശീയമായിട്ട് നടക്കുന്നു, എല്ലാ സഭകളിലെയും സഭകളുടെ സിനഡുകൾ നടക്കുന്നു. ജനങ്ങളുടെ തക്ക വിശ്വാസ നിലവാരം വർദ്ധിച്ചോ ഇല്ലേ എന്നുള്ളത് സഭ ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. സഭ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. കാര്യം എപ്പോഴും നമ്മൾ സിനഡിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. 23 ഒരു സിനഡ് നടക്കാൻ പോകുന്നു. അതിൻ്റെ എല്ലാ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ തീഷ്ണമതിയായിട്ടുള്ള അച്ഛന്മാർ ആ വർക്ക് മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്താലും ഈ തക്ക വിശ്വാസത്തിലേക്ക് കേൾവിക്കാർ ഉയരാത്തോളം കാലം നമ്മൾ എന്തോ ചെയ്ത് നമ്മൾ കൂട്ടിയെന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു സമാധാനവും സംതൃപ്തിയും കിട്ടുമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്ത് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു സുവിശേഷ നടപടി സഭയ്ക്ക് ചെയ്യാൻ കഴിയാത്തത്തോളം കാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളർച്ച എപ്പോഴും ഒരു സീറോയായി നിൽക്കും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, സഭയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന വിധത്തിലെ പരിശുദ്ധാത്മാവിന്റെ നിറവോടുകൂടി എല്ലാ സഭകളും, ഏകസ്ഥ സഭകള്, പ്രാദേശിക സഭകള്, സാർവദേശിക സഭകള്, പൗരസ്ത്യ സഭകള്, സാർവത്രിക സഭകള് എല്ലാം യേശുവേ അങ്ങയെ നിധിയായി കാണാൻ, അങ്ങയെ രഹസ്യമായി കാണാൻ, അങ്ങയെ ജ്ഞാനമായി കാണാൻ, അറിവായി കാണാൻ അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ മഹത്വത്തിനായി ജീവിച്ച് സുവിശേഷത്തിന്റെ സാക്ഷികളാകാൻ വിശ്വാസത്താൽ ഞങ്ങളെ അഭിഷേകം ശ്രുതികടെ. മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ഞങ്ങളെ തക്ക പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വിശ്വാസം ട്രാൻസ്മിറ്റ് ചെയ്യുക,
വിശ്വാസം വിൽക്കുക. വിശ്വാസം ഷെയർ മാർക്കറ്റ് പോലെ വിശ്വാസം മാർക്കറ്റ് ചെയ്യുക. അതായത് വിശ്വാസം പ്രഖ്യാപിക്കാൻ ഏറ്റവും പ്രതികൂലമായ സമയത്ത് വിശ്വാസം പ്രഖ്യാപിക്കുന്നതിനാണ് വിശ്വാസം ഫെയ്ത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ക്രിസ്തു സ്വത്തായി മാറുന്നത്. അങ്ങനെയാണ് കൊളോസ്യസ് 2:2 അനുസരിച്ച് ക്രിസ്തു സ്വത്തായി മാറുന്നത് വിശ്വാസം പ്രഖ്യാപിക്കാൻ പറ്റാത്ത സമയത്ത് വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ മൂല്യം വർദ്ധിച്ചുകൊണ്ട് നമുക്കത് കൃപയായി മാറുന്നത്. ആ കാനൻകാരി അങ്ങനെ ചെയ്തിരിക്കണത്. കാനൻകാരിയുടെ വിശ്വാസമില്ലേ, അവർ വിശ്വാസം പ്രഖ്യാപിക്കാൻ ഭയങ്കര പ്രതിസന്ധിയുള്ള സമയത്താണ് അവർ വിശ്വാസം പ്രഖ്യാപിച്ച് ഫെയ്ത്ത് മാർക്കറ്റിംഗ് നടക്കുന്നത്. ഒരു പക്ഷേ അങ്ങനെ ഒരു ലേഡിയെ ഉള്ളെന്ന് തോന്നുന്നു ബൈബിളിൽ. എന്താ കാര്യം? അവരോട് പറഞ്ഞത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുക വിഹിതമല്ല എന്ന് പറയും. അപ്പോഴെന്നാ പറ്റണത്? വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് ഏറ്റവും ആക്ഷേപവും അപമാനവും ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. അത് ജീസസ് ക്രിയേറ്റ് ചെയ്തതാണത്. ദൈവം ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ആരിൽ നിന്നുമാകാം. വിശ്വാസം, അതായത് നിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിൻ്റെ നടപടിക്രമങ്ങളെ ആക്ഷേപിക്കുന്ന രീതിയിൽ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും. ദൈവം തന്നെ അങ്ങ് ചെയ്തെന്ന് വരാം. ചിലപ്പോൾ നാട്ടുകാരെ കൊണ്ട് ചെയ്യിച്ചെന്ന് വരാം, അല്ലെങ്കിൽ സമൂഹത്തെ കൊണ്ട് ചെയ്യിച്ചെന്ന് വരാം. അതായത് അതാണ് കാനൻകാരിയുടെ കർത്താവ് ചോദിക്കണത്. മക്കളുടെ അപ്പം എടുത്ത് പട്ടികൾ കൊടുക്കുന്നത് വിഹിതമാണോ? അപ്പോഴേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതോടുകൂടി ഇവൾക്ക് വേണ്ടി നാണം കേട്ട് വീട്ടിൽ പോകാം. മണ്ണാങ്കട്ടെ എന്നാ കാര്യത്തിനാണ് വന്നത്? ഇങ്ങനെ വായിക്കണ കേൾക്കാൻ. ഇങ്ങനെ ദൈവമല്ല ആളുമല്ല, വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ നാട്ടുകാർ പറഞ്ഞുകൊണ്ട് ഞാൻ വന്ന് ചടിയതാണ് എന്നും പറഞ്ഞ് വേണേ വെക്കി പെയ്തും പെരക്കിയും പിച്ചും പെയ്യും പറഞ്ഞ് ഭ്രാന്തിയെപ്പോലെ അവിടെ നിന്ന് വണ്ടി വിടാം. പക്ഷേ ഇവൾ അപമാനിക്കുമ്പോൾ വിശ്വാസം വീണ്ടും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും അപമാനിതയാവുമ്പോൾ പറയും കർത്താവ് അവളോട് പറയും, ജീസസ് ദാറ്റ് ഈസ് റൈറ്റ്, ഐ ആം ദ ഡോർ. ഈശോ നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ പട്ടിയാണ്. എന്നിട്ട് അവർ പറയും പട്ടികൾ പോലും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നാറുണ്ടല്ലോ. അതാണ് ഫെയ്ത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഫെയ്ത്തിൻ്റെ ഷെയർ വില കൂടി നിൽക്കുമ്പോൾ അതൊക്കെ വിറ്റ് കളയണം. അതായത് യേശുക്രിസ്തുവിനെ പ്രഖ്യാപിക്കാനോ വിശ്വാസം ജീവിക്കാനോ നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്ത് അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം. സാഹിത്യ അക്കാദമി പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാനൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എനിക്ക് അക്കാഡമിയിൽ നിന്ന് എനിക്ക് തന്നെ ഒരു മുറിയാണ് തന്നത്. രാത്രി കിടക്കാം. അതിനകത്ത് സംവിധാനങ്ങളൊന്നുമില്ല, കട്ടിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനിവിടുന്ന് ഒസ്തി മീഞ്ഞും കൊണ്ടുപോയി ആ കട്ടിൻ്റെ താഴെ മുട്ട നിന്നിട്ട് കട്ടിൽ പായെല്ലാം മാറ്റിയിട്ട് വെള്ളത്തുണി വിരിച്ചിട്ട് ഞാനവിടെ മുട്ട നിന്ന് 2.5 മണിക്കൂർ കുർബാനയില്ലേ. കൃപാസനത്തിൽ 1/2 മണിക്കൂർ കുർബാനയിലുള്ള സംഭവം തൃശ്ശൂർ അപ്പന്തമ്പുരാൻ്റെ ഹോമിൽ രാത്രി കുർബാനയിലെ 2.5 മണിക്കൂറാണ്. മുട്ടയിൽ നിന്ന് 2.5 മണിക്കൂർ കുർബാനയില്ലേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത സംഭവങ്ങളാണ്. വിശ്വാസം അവിടെ പ്രഖ്യാപിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എന്നോട് ഞാൻ കുർബാനയിൽ ആരും തിരക്കാനോ ചോദിക്കാനോ ഒന്നുമില്ല. പക്ഷേ ഞാൻ 2 മണിക്കൂർ 1/2 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആൾ 2.5 മണിക്കൂർ മുട്ടയെന്ന് കുർബാന അർപ്പിച്ചു. ഇതെന്ന് വെച്ചാൽ വിശ്വാസം പ്രതികൂല സന്ധിയിൽ വരണ സമയത്ത് അത് പ്രഖ്യാപിക്കാൻ ഇടമില്ലാത്ത സമയത്ത് നമ്മൾ ഉള്ള സൗകര്യത്തിൽ ഓണം പോലെ അങ്ങോട്ട് പ്രഖ്യാപിക്കും. ഇതാണ്, ഇങ്ങനെയാണ് ഇത് മാർക്കറ്റ് ചെയ്തിട്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കണം. ഇത് ഉണ്ടെങ്കിൽ അതങ്ങനെ പത്രോസ് പലതരത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി നല്ല സ്വത്തായി മാറി. അതുകൊണ്ടാണ് പത്രോസിന് ഞെട്ടലില്ലാത്തത്. അയാൾ പറയും പൊന്നും വെള്ളിയൊന്നും എൻ്റെ ആവശ്യമില്ല, എനിക്കില്ല, എനിക്കത് ഞാൻ ഡോട്ട് ബോധന പഠിച്ചു. പക്ഷേ എനിക്ക് ഒരു നിധിയുണ്ട്, അത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. 3:6 പറയണത്. അപ്പം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിധിയാണെന്ന് പൗലോസ് പറയും, രഹസ്യമാണെന്ന് പൗലോസ് പറയും, സ്വത്താണെന്ന് പൗലോസ് പറയും, അത് അറിവാണെന്ന് പൗലോസ് പറയും, ജ്ഞാനമാണെന്ന് പൗലോസ് പറയും. ഇതൊന്നും പറയാതെ പത്രോസ് പറയും എനിക്കുള്ളതാണ് അതെന്ന് പറയും. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായന യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാൻ പറയും. അപ്പം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി
നമ്മ ഗലാത്യർ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്നിൽ ജീവിക്കാൻ വേണ്ടി ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. അതായത് 4:23. ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതായത് എല്ലാ ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തു രൂപപ്പെട്ടു വരികയാണ്. ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിന് ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ അറിവാണ്. അതാണ് നമ്മൾ കൊളോസ്യർ 2:3 വായിച്ചത്. ക്രിസ്തു ദൈവത്തിൻ്റെ നിധിയാണ്. ഇനി പൗലോസിൻ്റെ ലേഖനങ്ങളിലെ 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശുക്രിസ്തു. അപ്പം ക്രിസ്തു ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്, ദൈവത്തിൻ്റെ നിധിയാണ്, ദൈവത്തിൻ്റെ അറിവാണ്. ഇങ്ങനെ എല്ലാം ക്രിസ്തുവിനെ കുറിച്ചുള്ള എന്തുമാത്രം അപ്പോസ്തലിക അനുഭവങ്ങളാണ്. ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ്? ഈ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ. അതിനുവേണ്ടി ചില സമയത്ത് ഈറ്റുനോവ് അനുഭവിച്ച 4:19 വായിച്ചത് ഗലാത്യർ. അതായത് കുറച്ച് പ്രയാസങ്ങൾ ഈശോ നമ്മൾ രൂപപ്പെട്ട് വരാൻ വേണ്ടി നമ്മുടെ സാഹചര്യങ്ങളിൽ, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ വിശ്വാസം പ്രഖ്യാപിക്കാൻ യാതൊരുവിധ നിവൃത്തിയും ഇല്ലാത്ത സാഹചര്യങ്ങളിലും നമ്മൾ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ ഈ ഈറ്റുനോവ് പോലെയാവും. എന്തിനാണ് ചെയ്യണത്? ക്രിസ്തു നമ്മൾ രൂപപ്പെട്ട് വരാനാണ്. ഇങ്ങനെ ക്രിസ്തു വന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് അറിയാവോ? ക്രിസ്തു എല്ലാമാണ്. കൊളോസ്യസ് 3:11 ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പം ക്രിസ്തു എല്ലാമായത് കാരണം ഈ ജ്ഞാനമാണ്, ശക്തിയാണ്. ഈ ക്രിസ്തു ശക്തിയായത് കൊണ്ട് തന്നെ നമ്മുടെ ബലഹീനതയിൽ പൗലോസ് പറഞ്ഞില്ലേ, എൻ്റെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് പലതരത്തിലുള്ള ഇല്ലായ്മകൾ, എല്ലാം രോഗങ്ങൾ, അല്ലെങ്കിൽ പരീക്ഷാ തോൽവി, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ കുറേ ബലഹീനതകളില്ലേ. ഈ ബലഹീനതകൾ നമ്മൾ ഉടമ്പടി പ്രകാരം നമ്മൾ ആദ്യമായിട്ട് ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിലൊരു സമാധാനം ഉണ്ടാകണമെന്നാണ്. ആ വിഷയത്തിൽ സമാധാനം ഉണ്ടാകാതിരിക്കത്തില്ല ഒരിക്കലും. പക്ഷേ അതല്ല, അതിൻ്റെ താഴെ ഒരു വിഷയമുണ്ട്. എന്താണ്? ക്രിസ്തു. ദൈവം ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്തുവിനെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള സമ്മർദ്ദങ്ങളിലൂടെ നമ്മൾ പോകുന്നത്. അപ്പം ആ സമ്മർദ്ദങ്ങൾ നമ്മുടെ ബലഹീനതയാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ക്രിസ്തുവായിട്ട് ഇറങ്ങി വസിക്കുന്ന കാരണം ഞാൻ ബലഹീനയായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയും. അപ്പോഴേ ക്രിസ്തു നമ്മളിലേക്ക് അപ്ലോഡിങ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ബലഹീനമായ സാഹചര്യങ്ങൾ, രോഗത്തിൻ്റെ സാഹചര്യങ്ങൾ. അത് നമുക്ക് ഈറ്റുനോവ് പോലെ ഫീൽ ചെയ്താൽ നീ ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ട് മാറും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ക്രിസ്തു രൂപപ്പെട്ടു വരുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും വിവേചിക്കാനും എന്നെ സഹായിച്ചുകൊണ്ട് ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യം, ദൈവത്തിന്റെ നിധിയും ദൈവത്തിന്റെ രഹസ്യവും ദൈവത്തിന്റെ അറിവും ദൈവത്തിന്റെ ജ്ഞാനവും ദൈവത്തിന്റെ ശക്തിയുമായ ക്രിസ്തുവിനെ അനുഭവിക്കുക, ആർജിക്കുക,
അഭിഷേകമായി സ്വീകരിക്കുക എന്ന വലിയ ദൈവിക ദത്തത്തിലേക്ക്, ദൈവിക ദൗത്യത്തിലേക്ക് എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഓൺലൈനിലുള്ളവരെല്ലാവരും എഴുന്നേൽക്കേണ്ട സമയമാണ്. പ്രിയമുള്ളവരെ, സമാപന ആശീർവാദത്തിനു മുമ്പുള്ള രോഗസൗഖ്യ പ്രാർത്ഥനയാണ്. ഉടമ്പടി വച്ചിരിക്കുന്ന വിഷയങ്ങളെല്ലാം നിങ്ങൾ ഈ സമയത്ത് അനുസ്മരിക്കണം. ഉടമ്പടി പുതുക്കിയപ്പോൾ വെച്ച വിഷയങ്ങളെ നിങ്ങൾ അനുസ്മരിക്കണം. ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന, ഓൺലൈനിൽ കൂടിക്കൊണ്ടിരിക്കുന്നവർ ഉടമ്പടി ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടമ്പടി ചെയ്യാൻ ദൈവം ഒരു അവസരം തന്നാൽ നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കാൻ പോകുന്ന വിഷയങ്ങളെ കൂടി ഇപ്പോഴ് പരിശുദ്ധയുടെ മധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് സമർപ്പിക്കുക. കർത്താവേ, പല മക്കൾക്കും പല കാര്യങ്ങൾക്കും കർത്താവ് ഭയങ്കര സ്ലോ ആയിട്ട് മാറുന്നുണ്ട്. അതിൻ്റെ ജോലി, വീട്, വിവാഹം, ജോണ്, രോഗസൗഖ്യം, ഇതെല്ലാം ഭയങ്കര സ്ലോ ആയി പോകുന്നുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഈ സമയത്ത് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, അവരുടെ സമയത്തേക്ക് ത്വരിതപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന, അവരുടെ ക്ഷമയെ കർത്താവെ, അവർക്ക് അത്ര കണ്ട് നമുക്ക് പരീക്ഷിക്കാൻ വേണ്ടി മാത്രം കർത്താവെ ക്ഷമയില്ലാത്ത മക്കളുണ്ട് ഈശോയെ. അവർക്ക് ടെൻഷനും വ്യഗ്രതയും കൂടിക്കൊണ്ടിരിക്കുന്ന കർത്താവെ, അവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വസ്തു വിൽക്കാനുള്ളവരെ, വസ്തു വാങ്ങാനുള്ളവർ, വീട് വിൽക്കാനുള്ളവർ, വീട് വാങ്ങാനുള്ളവർ കർത്താവെ, വഴിയില്ലാത്തവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഈശോയെ. ഓരോ സ്ഥലത്ത് പണം കൊടുത്തിട്ട് കർത്താവ്, ജോലിക്ക് വേണ്ടി പണം കൊടുത്തിട്ട് അതിനെക്കുറിച്ച് കർത്താവ് പ്രത്യേകിച്ച് ഫയൽ മൂവ്മെൻ്റ് ഇല്ലാത്തവർ കർത്താവ്, അതിൻ്റെ പോയിൻറ്റ്സ് കൃത്യമാകാത്ത കർത്താവ്, പല കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുന്ന മക്കളുണ്ട് ഈശോയെ. പല തീരുമാനങ്ങൾ വെയിറ്റ് ചെയ്യുന്ന മക്കളുണ്ട് കർത്താവ്, പല പേപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കർത്താവ്, പല ഇമെയിലിന് വേണ്ടി റിപ്ലൈക്ക് വേണ്ടി കർത്താവ് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈശോയെ, പല ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കർത്താവ് ഈശോയെ, അവരെ പല മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈശോയെ. അവരെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ. മനസ്സിൽ കർത്താവ് ഇപ്പോഴേ പല കാര്യങ്ങൾക്കും കർത്താവ് 1, 2, 3, 4 കാര്യങ്ങൾ കർത്താവ് ഒരുമിച്ച് സംഭവിക്കുന്ന കാരണം, മനസ്സ് നുറുങ്ങിയത് കാരണം, ഒന്നിനും താല്പര്യമില്ലാതെ കർത്താവ് ഇങ്ങനെ ഡെഡ് ബോഡി പോലെ ഇങ്ങനെ ജീവിക്കുന്ന മക്കളുടെ കർത്താവേ ഈശോയെ, അവരെ കുറ്റം പറയണില്ല ഈശോയെ. അവരുടെ മാനസിക ശാരീരിക ജീവിത അവസ്ഥകളെ കർത്താവെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അവരുടെ തെറ്റുകൾ എന്തായാലും കർത്താവെ, അവരുടെ കഴിവുകൾ എന്തായാലും കർത്താവെ നീ അത് കാര്യമാക്കാതെ കരുണ കാണിച്ചു കർത്താവെ. കൈത്തരത്തിൽ അവർ താങ്ങിക്കൊണ്ട് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്തവരെ, മക്കളില്ലാത്തതിൻ്റെ പേരിൽ മനസ്സിടിഞ്ഞു പോയവരെ, എന്തിനാണ് ജീവിക്കണം ചിന്തിക്കുന്നവരെ കർത്താവ്, വിവാഹം ഒത്തുവരാത്തതിൻ്റെ പേരിൽ കർത്താവ്, കുടുംബജീവിതം എന്തിനാണ് നിശ്ചയ കർത്താവ്, അതുകൊണ്ട് തന്നെ പലപ്പോഴും കുറ്റവാസനകൾ പെരുകുന്നുണ്ട് ഈശോയെ. മറ്റുള്ളവരെ ഉപദ്രവിക്കണം, എനിക്ക് ജീവിതമില്ല, അതുകൊണ്ട് ആർക്കും ഇവിടെ ജീവിക്കേണ്ടെന്നുള്ള മാനസിക വൈകല്യങ്ങളിലേക്ക് വന്നിട്ട് സ്വഭാവ ദൂഷ്യമുണ്ടായിട്ടുള്ള മക്കളുടെ കർത്താവ്, അവരെ സ്പർശിക്കുന്ന കർത്താവ്, കഞ്ചാവിനും മയക്കുമരുന്നിനും കണ്ടത്തെ കർത്താവ്, സ്റ്റാമ്പിനും അതുപോലെ തന്നെ കർത്താവ്, ലഹരി ലോകത്തിലേക്ക് അകപ്പെട്ടു പോയിരിക്കുന്ന മക്കളുടെ കർത്താവ്, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് കർത്താവ്, പക്ഷെ അവരെ കൊണ്ടുപോകാനുള്ളവർ രക്ഷപ്പെടുത്താത്ത രീതിയിൽ അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന കർത്താവ്, ഇത് അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കുന്ന ഒരു കർത്താവ്, റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആകുമെന്ന് ഉത്കണ്ഠപ്പെടുന്ന ഒരു കർത്താവ്, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോയെ. പല കർത്താവ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നഷ്ടപ്പെടുമോ എന്ന് ഓർത്ത് കർത്താവ് വേദനിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവരെല്ലാം കർത്താവ് നീ ഏറ്റെടുക്കേണ്ടത് പ്രാർത്ഥിക്കുന്ന അസ്ഥിക്കുഴലിന്റെ വേദനകൾ, സ്പോണ്ടിലോസിന്റെ വേദനകൾ, നടുവലിന്റെ വേദനകൾ, കശേരികൾ തെറ്റിക്കിടക്കുന്നവർ, കിഡ്നിയിൽ കർത്താവ് കല്ലുള്ളവർ, കിഡ്നി കർത്താവ് രക്തമില്ലാത്ത കിഡ്നി ഷ്രിങ്ക് ചെയ്യുന്നവർ, ചുരുങ്ങുന്നവർ, ക്രിയാറ്റിൻ കൂടുന്നവരെ കർത്താവെ, അതുപോലെ തന്നെ കർത്താവ് ഹൃദയ കരളിലും കർത്താവ് ബിഡ്രൂമിൻ കൂടുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിച്ച് അത് കർത്താവ് വയറ്റിൽ വെള്ളം കെട്ടിക്കിടക്കുന്നവരെ അങ്ങ് തൊടണമെന്ന് പ്രാർത്ഥിക്കും കർത്താവെ. ശ്വാസകോശ രോഗികളെ, ഹൃദയ രോഗികളെ, ക്ഷയരോഗികൾ കർത്താവ്, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, തലശരത്തിന് കർത്താവ്, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, മുടിക്കൊഴിയുന്നവർ കർത്താവ്, തലക്ക് കനമുള്ളൊരു കർത്താവ്, എപ്പോഴും നടക്കുമ്പോൾ കണക്കുകയും കിടത്തുകയും ചെയ്യുന്നൊരു കർത്താവ്, ഈശോ ജീവിക്കാനും നിവൃത്തിയില്ലാത്ത ജോലി ചെയ്യാൻ വയ്യാണ്ടിരിക്കുന്ന
സഹായിക്കുന്നവർ കർത്താവ്, അവരെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന യുദ്ധ തടവുകൾ കർത്താവ്, തടവുകാരെ ബാങ്കുകളിൽ കർത്താവ്, യുക്രൈനിൽ കുടുങ്ങിപ്പോയി അങ്ങനെ ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥന കർത്താവ്, എല്ലാ മക്കളും കർത്താവ്, ഇന്ത്യയിലുള്ള എല്ലാ മക്കളും കർത്താവ്, ഓരോ രാജ്യങ്ങളിലുള്ള മക്കളും കർത്താവ് അവിടെ അകപ്പെട്ട് കർത്താവ്, യുക്രൈൻ തന്നെ കർത്താവ് അവരെ അഭിമാനത്തെ സംരക്ഷിച്ചതിന്റെ കർത്താവ്, ഈ യുദ്ധം കർത്താവ് സമാധാനത്തിലേക്ക് നീങ്ങാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവത്തിന്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഒരു രാജ്യങ്ങൾക്കും കർത്താവ് പരസ്പരം കർത്താവ് ധാരണയെത്തി പിരിയാനുള്ള ഒരു പ്രത്യേക സമാധാനത്തിന്റെ അന്തരീക്ഷം പരിശുദ്ധമായ സമാധാനത്തിന്റെ രാജ്ഞി മാതാവിന്റെ മധ്യത്തിൽ യേശുവിന്റെ നാമത്തില് ആ രാജ്യങ്ങൾ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, കടന്നുപെടുന്ന പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സത്യം കണ്ടേ, യേശുവിന്റെ സത്യം കണ്ടേ. മൗനമായിട്ട് പ്രാർത്ഥിക്കുക. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അതിവികാരുടെ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്നു. ഉടമ്പടിയിൽ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങൾ, ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് സമർപ്പിച്ച നിയോഗങ്ങൾ, ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന നിയോഗങ്ങൾ, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്നവർ, ഇപ്പോൾ തത്സമയ നിയോഗങ്ങൾ ഇട്ടെടുക്കുന്നവർ എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കൾ അവരുടെ നാനാവിധമായ രോഗപീഠകൾ, ദുരിതങ്ങൾ, കടഭാരങ്ങൾ, ജീവിത വിഷയങ്ങൾ, സന്താനമില്ലാത്തവരെല്ലാം ഈശോ തൊടുന്നു. ഭവനരഹിതരെ ഈശോ തൊടുന്നു. കർത്താവിത എഴുത മക്കളെ അവിടുന്ന് അഭിഷേകം ചെയ്യുന്ന അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്യാൻസർ രോഗികളിൽ കർത്താവെ അനേകരും ജോസഫിന്റെ സ്വീകരിച്ചു പോയവരുണ്ട്. അവരെല്ലാം ഈശോ തൊടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭയേറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൃപാസന സ്ഥാപക ഡയറക്ടറായി ജോസഫിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലാ കർത്താവെ എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ ശക്തി ഓരോ മക്കളിലേക്കും, കൃപാസനത്തിൽ ദൈവനെന്ന് പോയിട്ടുള്ള ഓരോ മക്കളിലേക്കും, ഉടമ്പടി എടുത്തുള്ള ഓരോ മക്കളിലേക്കും, ഈ നടയിലേക്ക് കടന്നു വന്നുള്ള ഓരോ ദൈവമക്കളെയും ഇത് കർത്താവ് സ്പർശിക്കുകയാണ്. അവരുടെ ജീവിത വിഷമതകളെ, പ്രയാസങ്ങള് ഈശോ ഏറ്റെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ പ്രത്യക്ഷ സാക്ഷിയായി മാറ്റണമേ. യേശുവേ ആരാധന, 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 പരിശുദ്ധ ആരാധന, ദിവ്യകാരുണ്യമേ പരിശുദ്ധ പരമ